കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെഎസ്യുവും എംഎസ്എഫും നേർക്കുനേർ പോരാട്ടത്തിൽ. കെഎസ്യു വഞ്ചിച്ചെന്ന് എംഎസ്എഫ്. ചെയർമാൻ സ്ഥാനം എംഎസ്എഫിന് നൽകാമെന്ന് നേരത്തെ കെഎസ്യു സമ്മതിച്ചിരുന്നു. എന്നാൽ പിന്നീട് ധാരണയിൽ നിന്ന് കെഎസ്യു പിന്മാറിയെന്ന് എംഎസ്എഫ് ആരോപിക്കുന്നു. ചെയർമാൻ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് എംഎസ്എഫ് നേതാക്കൾ പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ധാരണകളിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയ കെഎസ്യു തങ്ങളെ വഞ്ചിച്ചുവെന്നാണ് എംഎസ്എഫ് ഉന്നയിക്കുന്ന ആരോപണം. പല കോളേജുകളിലും എംഎസ്എഫിന്റെ സഹായത്തോടെയാണ് കെഎസ്യു വിജയിച്ചത്. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരുടെ എണ്ണത്തിലും കെഎസ്യുവിനേക്കാൾ മേൽക്കൈ എംഎസ്എഫിനാണ്. ഇത്തവണ ചെയർമാൻ സ്ഥാനം എംഎസ്എഫിന് നൽകാമെന്നായിരുന്നു നേരത്തെ ഉണ്ടാക്കിയ ധാരണ. എന്നാൽ ഈ ധാരണ പൊളിച്ച് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ കെഎസ്യു ഉറച്ചു നിൽക്കുന്നതാണ് എംഎസ്എഫിനെ ചൊടിപ്പിച്ചത്. ഇതോടെ തങ്ങളും ചെയർമാൻ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്നും പിൻവാങ്ങില്ലെന്ന വാശിയിലാണ് എംഎസ്എഫ് നേതൃത്വവും. ചെയർമാൻ സ്ഥാനത്തേക്ക് എംഎസ്എഫും കെഎസ്യുവും നേർക്കുനേർ പോരാട്ടത്തിലായി. നേരത്തെ കുസാറ്റ് തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിക്കാമെന്ന ധാരണയും കെഎസ്യു ലംഘിച്ചിരുന്നു. ആ സമയത്ത് എംഎസ്എഫ് നേതാക്കൾ പ്രതിപക്ഷ നേതാവിനും കെപിസിസി പ്രസിഡന്റിനും നൽകിയ പരാതി പുറത്തുവന്നു. തങ്ങളെ കെഎസ്യു നേതാക്കൾ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നും ഇതിൽ തങ്ങൾ വലിയ നിരാശയിലാണെന്നും കത്തിൽ പറയുന്നുണ്ട്. ഷാഫി പറമ്പിൽ ഇടപെട്ടുണ്ടാക്കിയ ധാരണ പോലും കെഎസ്യു നേതാക്കൾ പൊളിക്കുകയാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ആത്മാർത്ഥതയിൽ സംശയമുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട്. മുന്നണി മര്യാദയുടെ അടിസ്ഥാനത്തിലാണ് ഈ അവഗണനകളൊക്കെ സഹിക്കുന്നതെന്നും എംഎസ്എഫ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. ഈ മാസം 22-നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ്. കെഎസ്യു എംഎസ്എഫ് നേർക്കുനേർ പോരാട്ടം രണ്ട് സംഘടനകളിലെയും അണികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. പി വി കുട്ടൻ, കോഴിക്കോട്.